നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ ആശ്ചര്യപ്പെടുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന ഒരു പുതിയ വിവരമാണ് അമേരിക്കയിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് അമേരിക്കയിലെ സെനറ്റർമാർ തമ്മിൽ ഉള്ള ഒരു ഭിന്നത മറം നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യയുമായുള്ള വ്യാപാര കരാറിന് തടസ്സം നിൽക്കുന്നത് ട്രംപും JD വാൻസും എന്ന ഒരു US സെനറ്ററുടെ വെളിപ്പെടുത്തൽ പുറത്തായതോടുകൂടിയാണ് ഈ അമേരിക്കയിലെ സെനറ്റർമാർക്കിടയിലെ ഈ ഒരു വിള്ളൽ ഇപ്പോൾ ലോകം അറിയുന്നത്. വാൻസിന്റെ ഒറ്റപ്പെടൽ നയത്തിനെതിരെ താൻ സ്വതന്ത്ര വ്യാപാരത്തെ അനുകൂലിക്കുന്ന പരമ്പരാഗത റിപ്പബ്ലിക്കൻ ആണെന്ന് ക്രൂസ് അവകാശപ്പെടുന്നുമുണ്ട്. അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിനുള്ളിലെ ആഭ്യന്തര ഭിന്നതകളാണ് ഇതോടെ മറം നീക്കി പുറത്തേക്ക് വരുന്നത്. US സെനറ്റർ ടെഡ് ക്രൂസിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് ചോർന്നതോടെയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തറിയുന്നത്. ഡൊണാൾഡ് ട്രംപ്, അതുപോലെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, വൈറ്റ് ഹൗസ് ഉപദേഷ്ടാവ് പീറ്റർ നവാരോ തുടങ്ങിയവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ഓഡിയോയിൽ ഉള്ളത്. ഇന്ത്യൻ വ്യാപാര കരാർ തടസ്സപ്പെട്ടതിനെക്കുറിച്ചാണ് ടെക്സസിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ സെനറ്റർ നിശിതമായി വിമർശിക്കുന്ന ഓഡിയോ പുറത്തു വന്നത്. ആക്സിയോസ് പുറത്തുവിട്ട ഏകദേശം 10 മിനിറ്റ് ദൈർഘ്യമുള്ള റെക്കോർഡിംഗ് 2025 തുടക്കത്തിലും മധ്യത്തിലും നടന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാൻസിൻ്റെ ഒറ്റപ്പെടൽ നയത്തിനെതിരെ താൻ സ്വതന്ത്ര വ്യാപാരത്തെ അനുകൂലിക്കുന്ന പരമ്പരാഗത റിപ്പബ്ലിക്കൻ ആണെന്ന് ക്രൂസ് അവകാശപ്പെടുന്നു. ഈ ഓഡിയോയിൽ ട്രംപിൻ്റെ താരിഫ് കേന്ദ്രീകൃത വ്യാപാര തന്ത്രത്തെ ക്രൂസ് വിമർശിക്കുന്നുണ്ട്. ഇത് US സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുമെന്നും ഇംപീച്ച്മെൻറ്റ് അപകട സാധ്യതകൾക്ക് പോലും കാരണമാകുമെന്ന ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. 2025 ഏപ്രിൽ ആദ്യം താരിഫ് നടപ്പിലാക്കിയ ശേഷം താനും ഒരു കൂട്ടം സെനറ്റർമാരും രാത്രി വൈകി പ്രസിഡന്റുമായി ഫോണിൽ വിളിച്ച് ഇതേക്കുറിച്ച് സംസാരിച്ചതായി അദ്ദേഹം പറയുന്നു. സംഭാഷണം നന്നായി അവസാനിച്ചില്ലെന്ന് ക്രൂസ് പറഞ്ഞു. അർദ്ധരാത്രി വരെ നീണ്ടുനിന്ന കോളിനിടെ ട്രംപ് സെനറ്റർമാർക്കെതിരെ ആക്രോശിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി അദ്ദേഹം പറഞ്ഞതായി ആക്സിയോസ് റിപ്പോർട്ട് പറയുന്നു. ട്രംപ് മോശം മാനസികാവസ്ഥയിലായിരുന്നു. അദ്ദേഹം സന്തോഷവാനായിരുന്ന പല ചർച്ചകളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ഇതാണ് ക്രൂസ് പറഞ്ഞത്. 2026 നവംബറോടെ ജനങ്ങളുടെ സമ്പാദ്യത്തിൽ 30% കുറയുകയും അവശ്യ സാധനങ്ങളുടെ വില 10% മുതൽ 20% വരെ ഉയരുകയും ചെയ്താൽ റിപ്പബ്ലിക്കൻ പാർട്ടി തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് താൻ ട്രംപിനോട് പറഞ്ഞതായും ക്രൂസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിനോട് ട്രംപ് മോശം രീതിയിലാണ് പ്രതികരിച്ചതെന്നും അദ്ദേഹം പറയുന്നു. ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ വൈറ്റ് ഹൗസുമായി പൊരുതുകയാണെന്ന് ക്രൂസ് പറഞ്ഞു. എന്നാൽ ആരോടാണ് ആരാണ് ഇതിന് തടസ്സം നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് സാമ്പത്തിക ഉപദേഷ്ടാവ് പീറ്റർ നവാരോ, വൈസ് പ്രസിഡന്റ് വാൻസ്, ചിലപ്പോഴെല്ലാം ട്രംപ് എന്നിങ്ങനെയാണ് പ്രതികരിച്ചത്. കൂടാതെ JD വാൻസിനെ പോഡ്കാസ്റ്റർ ടക്കർ കാൾസന്റെ ശിഷ്യൻ എന്നാണ് ക്രൂസ് വിശേഷിപ്പിക്കുന്നത്. വിദേശ നയങ്ങളിൽ ഇരുവരും ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വാൻസ് പ്രതിഫലിപ്പിക്കുന്നത് കാൾസന്റെ ലോകവീക്ഷണമാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഒരുപക്ഷെ ഈ അഭിപ്രായങ്ങളെ അനുകൂലിക്കുന്ന രീതിയിലാണ് അതിനുശേഷമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ India-US വ്യാപാര കരാർ ചർച്ചകൾ വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. ട്രംപിൻ്റെ പുതിയ താരിഫ് ഭീഷണിക്കിടയിലാണ് ഈ പ്രധാന വിവരം പുറത്തായത്. അതായത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ പുതിയ താരിഫ് ഭീഷണി ഉയർത്തുകയും ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് 25% തീരുവ പ്രഖ്യാപിക്കുകയും ചെയ്ത സമയത്താണ് ഈ പ്രധാന അപ്ഡേറ്റ് പുറത്തു വരുന്നത്. വ്യാപാര കരാറിനെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകളെക്കുറിച്ച് വാണിജ്യ മന്ത്രാലയത്തിന് വാഷിംഗ്ടണിൽ നിന്ന് ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ ഉദ്ധരിച്ച ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ചർച്ചകൾ ഈ മാസം നടക്കുകയോ ഇല്ലയോ എന്ന് എനിക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. പക്ഷേ സമീപഭാവിയിൽ അല്ലെങ്കിൽ ഈ മാസം ഒന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്നാണ് പേര് വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയോടെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ചർച്ചകൾ US-ന്റെ താല്പര്യങ്ങൾക്കനുസൃതമായി ഇന്ത്യ നിന്നില്ലെങ്കിൽ ആ ചർച്ച വിജയിക്കില്ല, ആ ചർച്ച തുടരേണ്ടതില്ല എന്നുള്ളതായിരിക്കും ട്രംപിൻ്റെ തീരുമാനം. പക്ഷേ ഇന്ത്യൻ കർഷകരുടെയും ഇന്ത്യൻ വിപണിയെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ചതിയിൽപ്പെടുത്തിക്കൊണ്ട് അതിനെ തകർച്ചയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് US-മായി ഒരു കരാർ ഉണ്ടാക്കാൻ ഭാരതത്തിൻ്റെ ധീരനായ, ഭാരതത്തെ സ്നേഹിക്കുന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കമല്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും ഇന്ത്യൻ ആശയങ്ങളും ഇന്ത്യയുടെ അടിസ്ഥാന വികസന തത്വങ്ങളും പ്രമാണങ്ങളും ഇന്ത്യൻ ജനതയോടുള്ള
ഉത്തരവാദിത്തങ്ങളും എല്ലാം മറന്ന് അമേരിക്കയുടെ ഒരു തൊഴുത്തിലേക്ക് കൊണ്ടുപോയി കെട്ടുക, ഇന്ത്യയെ കെട്ടുക എന്നുള്ള ഒരു നയം ഈ നമ്മുടെ മോദി സർക്കാർ സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ മുഴുവൻ ആഭ്യന്തര ഉൽപ്പാദകരുടെയും കർഷകരുടെയും പ്രതീക്ഷ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.